ഇപ്പോൾ നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ്. വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളുടെ ഈ ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഉടൻ തന്നെ ഈ സംഘർഷത്തിൽ ഒരു അറുതി വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തുടക്കത്തിലും ചെറിയ വ്യത്യാസം ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നു, കൂടുതൽ ആളുകൾ മരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പം നാച്ചുറലി പുതിയ പുതിയ രാജ്യങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ജർമ്മനിയും സൗദി അറേബ്യയും റഷ്യയും ഒക്കെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഒരു സീസ് ഫയറിനുള്ള ശ്രമങ്ങളും ഇൻഡയറക്ട് ഇൻഫോർമൽ ചാനലിലുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കും. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ഇസ്രായേൽ പറയുന്ന എയിമിലോട്ട് തന്നെ അവര് ടാർഗറ്റ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല കണക്കുകളും ഇസ്രായേലി മീഡിയയിൽ വന്ന കണക്കുകളും അല്ലാതെ അമേരിക്കൻ മീഡിയയിൽ അവർ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് അവർ പറയുന്നത് ഇറാന്റെ മിസൈലുകൾ ഇപ്പൊ ഇതുപോലെ അറ്റാക്ക് ചെയ്ത് ഇറാൻ ഇമ്മീഡിയറ്റ്ലി സീസ് ഫയറിലേക്കുള്ള ഒരു ശ്രമത്തിനാണ് ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതേ രീതിയിൽ, അതായത് ദിവസവും 100 മിസൈലൊക്കെ വെച്ച് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റോക്ക് കഷ്ടിച്ച് 2-3 ആഴ്ച മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതിനപ്പുറം നിൽക്കില്ല. കാരണം ഒക്ടോബർ 2024 ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷം ഇവരുടെ മിസൈൽ ബിൽഡിംഗ് കേപ്പബിലിറ്റീസ് കുറെയൊക്കെ തകർത്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ അധികം നാൾ ഇറാന് പറ്റില്ല, ഇവൻച്വലി അവർ കീഴടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്ന രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ അവരുടെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അവർ കാണുന്ന ടെമ്പററി ആയിട്ടൊരു ഭയപ്പെടുത്തുക, എങ്ങനെയെങ്കിലും ഇതിപ്പം ഇന്റൻസിഫൈ ചെയ്തു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സീസ് ഫയറിലോട്ട് പോകണമെന്ന് മറ്റ് രാജ്യങ്ങളും ഇടപെടാൻ വേണ്ടി ഇറാൻ ഒരു ഇന്റൻസിഫൈഡ് അറ്റാക്ക് നടത്തുന്നതായിട്ടാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സീസ് ഫയറിലോട്ട് ഇമ്മീഡിയറ്റ്ലി പോകുന്നുള്ള ഒരു വിശ്വാസം ഇല്ല, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇത്രയും ഇന്റൻസിഫൈ ചെയ്ത് ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി.